സഹൃദയരെ, കലാപ്രേമികളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു നാടകം ചായം. അങ്ങനെ നേരെ വരട്ടെ.
അവിടുന്ന് ഇടത്തോട്ട്. ആ അത് നേരെ നേരെ ആ അതെ അതെ. ഓക്കെ ഓക്കെ. ഒരുക്കങ്ങളൊക്കെ എവിടത്തെ? ഒരുക്കങ്ങളൊക്കെ നല്ല പോലെ നടക്കുന്നുണ്ട്. സ്റ്റേജ് സജ്ജീകരിച്ചിട്ടുണ്ട്, പിന്നെ പ്രേക്ഷകരൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്, പിന്നെ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. അല്ല നീ നോർത്തുന്നൊക്കെ പാടിറക്കിയ സാറ് മലയാളികളൊന്നും കൊള്ളത്തില്ലല്ലേ? അവരൊക്കെ എന്താണ് കാണിക്കുന്നത്? അവരെ പോരെ സാറേ, മൊത്തത്തിൽ അലമ്പാണ്. അതാണ്. അതല്ലെങ്കിൽ അങ്ങനെയാണ് അല്ലേ സാർ? ഒരു കോൾ ഞാൻ വെച്ചോ. मैं पूछो नो मड़ी कहते हैं अनिके मलयालम അറിയില്ല അറിയില്ല നോ വരീസ് ഓക്കേ. അല്ല പരിപാടി ഒന്നുണ്ടേ. സാഹിത്യകാരായ നാട്ടുകാരെ വീട്ടുകാരെ കുടുംബക്കാരെ നമ്മുടെ പരിപാടി അവതരിപ്പിക്കാൻ ലേശം വൈകുന്നതിനാൽ നമുക്ക് ഒരു പാട്ട് കൊണ്ടാരംഭിക്കാം. പാട്ടിനായി കലാകാരനുമായ നമ്മുടെ നാടിന്റെ സ്വന്തം മെമ്പർ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ ആർട്ടിസ്റ്റിന് വേണ്ടി പാടാനാണ്. തൊണ്ടയ്ക്ക് ലേശം പ്രശ്നമാണ്, എന്നാലും പാടാം. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റില് മണ്ണുള്ള രാത്രി, നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി, വയറ്റില് കണ്ടപ്പോ അടിവയറ്റിലൊരു നെഞ്ചിലൊരാതി. അതെ നമ്മള് അതിഥ്യത്തേനെ കേട്ടോ. അല്ലാതെ വേറെ റെഡിക്ക് ആ സാധനം ഹലോ മിസ്റ്റർ ഷാജി, എവിടെ? എങ്ങനെയുണ്ട് യാത്രകളൊക്കെ? കേട്ടോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, വീട്ടുകാരെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമ്മുടെ കലാകാരനായ പി സാജിദിനുള്ള അനുമോദന ചടങ്ങിലാണ്. അതിനായി അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി നമ്മുടെ സ്പോൺസർ ഷാജി ആയിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അതിഥി, മറ്റു നാട്ടുകാർ, നമ്മളിവിടെ കൂടി ചേർന്നിട്ടുള്ളത് നമ്മുടെ കലാകാരനായ സാജിദിനെ ഒരു അനുമോദന ചടങ്ങായിട്ടാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കലകൾ അങ്ങോളം ഇങ്ങോളം ലക്ഷണം നടക്കുന്ന ഒരു വൽക്കരണമായ ഒരു ചിത്രമാണ്. അമേരിക്കയിൽ മാത്രം നൽകപ്പെടുന്ന മാക്സോ ഇന്റർനാഷണൽ അവാർഡ് സാജിദിന് കൊടുക്കാൻ വേണ്ടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫെർണാണ്ടോ ഫ്രാൻസിസ് എത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്താ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ പറയുകയാണെങ്കിൽ പെയിന്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജ്ഞാന ലാഭുരങ്ങളായ വിദൂരവൽക്കരണീയനും വിദൂര ശാസ്ത്രജ്ഞനുമായ പെയിന്റിംഗ് ആണ് അത് രചിച്ചിട്ടുള്ളത്. എന്തൊക്കെയായാലും ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചിത്രം പ്രദർശിപ്പിക്കലാണ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, അടുത്തതായി ആശംസ അർപ്പണമാണ്. അതിനുവേണ്ടി നമ്മുടെ മെമ്പറിന്റെ സലാം സലാം സായിപ്പേ സലാം സലാം സായിപ്പേ സലാം സലാം സായിപ്പേ. Oh, finally I got this luck. It's a pleasure to meet you, Mr. Sajid. Yeah.
സുഖമാണോന്നാണ് ചോദിച്ചത്. സുഖം സുഖം. Very pleasure, very pleasure. Very pleasure. From the very moment I saw a painting, my heart started to talk in colors instead of words. സംഭവം വീട്ടിലാരൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചത്. ഒരുപാട് പേരുണ്ട്. ഒറ്റമോനാ? Ottoman? Yeah. Ottoman? Single. Single. Good for you. Thanks. അടുത്തതായി നാട്ടുകാരെ, നമ്മളേവരും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന അവാർഡ് ദാന ചടങ്ങാണ്. അതിനായി അവാർഡ് നൽകുന്നതിനായി നമ്മുടെ അതിഥി ഫെർണാണ്ടോ ഫ്രാൻസിസ്കോയെയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ കലാകാരൻ പി സാജിയെ ക്ഷണിക്കുന്നു. അവാർഡ് Good for you, boy. ഏറെ പ്രിയം നിറഞ്ഞവരെ, വളരെ സന്തോഷം തോന്നുന്നു ഈ ഒരു നിമിഷം. ഇവിടെ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ പെയിന്റിങ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതാവും. ഒരിക്കലും ഇങ്ങനെ ഒരു സദസ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് അധികം അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ ചിത്രത്തിലൂടെ താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? ആ ചിത്രത്തിൽ എന്താണ് താങ്കൾ? എടാ വിഡ്ഢി, ഒരു കലാകാരൻ ഒരു ചിത്രം വരക്കുമ്പോൾ ആ കലാകാരൻ അതിലൂടെ മരിച്ചു. പിന്നീട് നമ്മൾ സ്വതന്ത്ര ബുദ്ധിയിലൂടെ അതിനെ മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. സജിക, ആദ്യം തന്നെ ബിഗ് ഫാൻ. യോ, നിങ്ങൾ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര നേരമാണ് എടുത്തത്? ഇവിടെ എന്ത് പൊട്ട ചോദ്യമാണ് ചോദിക്കുന്ന? ഇങ്ങനെയൊക്കെയാണ് ഒരു സദസ്സിൽ ചോദിക്കുന്ന? അല്ല സൈതട്ടാ, ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തുകൊണ്ടാണ് ചേട്ടൻ വരച്ചത്? നിന്റെ ചോദ്യമാണ് ചേട്ടാ. ഇനി ആർക്കും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ എന്റെ വാക്കുകൾ ആ ചിത്രത്തിലെ ഉമ്മയും മോൻ ഒരു ശരിക്കും ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് അതിനുള്ള ഉത്തരം? പ്രിയ സഹോദരൻ, അത് ഒരു വലിയ കഥയാണ്. അത് കസ്കസ്കത്താൻ. അവിടെ ഞാനൊരു യാത്ര നടത്തിയപ്പോൾ അവിടുത്തെ ദുരന്തങ്ങളെ കേട്ട്, ദുരന്തങ്ങൾ അറിഞ്ഞ് എൻ്റെ മനസ്സലിഞ്ഞ് ഞാൻ വരച്ച ചിത്രമാണത്. അത് താങ്കൾക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി താങ്കൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രിയ സുഹൃത്തെ, ആ ചിത്രം, ആ ഒരു വൈകാരികമായ ആ ചിത്രം ഇന്ന് ലോകത്തിന്റെ നാനാ ദിക്കുകളിലും പ്രചരിച്ചില്ലേ? അത് തന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ സേവനമായി ഞാൻ കണക്കാക്കുന്നു. എടോ, തന്റെ വരെ പറ്റില്ല, ആ കുടുംബത്തിന് എന്ത് പറ്റിയെന്നതാണ് ചോദ്യം. സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഈ ലോകത്തെ മുഴുവൻ അറിയിച്ചിരിക്കുന്നു. അത് തന്നെ വലിയ ധാരാളമായി. സൂര്യാസ്തമായി, പരിപാടി കഴിയാനായി. അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ സ്പോൺസർ ഷാജിയേട്ടൻ, ഫെർണാണ്ടോ ഫ്രാൻസിസ്കോ, സാജിദ് പി എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കസേര സെറ്റുകാരെ തിരിച്ചിട്ട് പോണേ, അതൊക്കെ നേരെയുണ്ട്. പിടിച്ചോ, അടുത്തോ. എന്താ പിക്ചർ അത് സെൻസല്ലേ? ഞാൻ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, പൈസ കാണാത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട
ഓ